ഇവിടെ CJPയുടെ മാത്രമല്ല CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ICയുടെയും SFIയുടെയും ഒക്കെ പ്രവർത്തകരുണ്ടായിരുന്നു. ICയുടെ സമരവേദിയിലേക്കും പോലീസ് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിയമപരമായി സമാധാനപരമായി ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുകയായിരുന്നു. നോബൽ മാരിക്കാരൻ പൊതുജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ജന്തർ മന്ദിറിൽ സമാധാനപരമായിട്ടാണ് കഴിഞ്ഞ 20 ദിവസവും സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം മുന്നോട്ട് പോയത്. ഈ സമരം ആരംഭിച്ച നാൾ മുതൽ ഇന്നുവരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അവിടേക്കാണ് പോലീസ് ഇപ്പോൾ അതിക്രമിച്ച് കടന്നുകയറി സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 20-ാം തീയതി വർഷകാല സമ്മേളനം പാർലമെന്റ് തുടങ്ങാനിരിക്കെ വലിയ പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു പക്ഷേ പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കമെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും, അല്ലേ നോബൽ മാരിക്കാരൻ? ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 21-ാം ദിവസത്തിലേക്ക് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം കടക്കവേ ജന്തർ മന്ദിറിൽ സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന സോനം വാങ്ചുക്കിന്റെയും ICയുടെയും ഒക്കെ പ്രതിഷേധ വേദിയിലേക്ക് പോലീസ് ഇടിച്ചു കയറി സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ സമാധാനപരമായ പ്രതിഷേധ സമരവേദിയിലേക്കാണ് പോലീസ് അത് രാവിലെ തന്നെ ഇടിച്ചു കയറിയത്. അഭിജിത്ത് ദീപ്കെ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല. അഭിജിത്ത് ദീപ്കെ കസ്റ്റഡിയിലാണോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. നമുക്കറിയില്ല, നിശ്ചയമില്ല. അഭിജിത്ത് ദീപ്കെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അഭിജിത്ത് ദീപ്കെ കാറിൽ കയറിപ്പോയി. തൊട്ടു പിന്നാലെയാണ് പോലീസ് പ്രവർത്തകർ അവിടെ എത്തിയത്. CJPയുടെ പ്രതിഷേധം 21-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കോൺഗ്രസിന്റെയും CPMന്റെയും ICയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ പ്രതിഷേധത്തിന് കിട്ടിവരവെയാണ് വർഷകാല സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ്റെ ചോദ്യം ഇതായിരുന്നു: പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ജന്തർ മന്ദിറിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കാനുള്ള നീക്കമെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുമോ? അരുൺ, തീർച്ചയായും പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാൻ ഇരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അടിയന്തര നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മുന്നോടിയായി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഒഴിപ്പിക്കൽ എന്ന് തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ. നിലവിൽ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശം എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് സോനം വാങ്ചുക്കിനെ RML ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. RML ആശുപത്രി അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനൊരു സ്ഥിരീകരണം എന്താണെങ്കിലും നമുക്ക് ലഭിക്കുന്നില്ല. ഈ സമരവേദി പ്രത്യേകിച്ച് ജന്തർ മന്ദിർ അടക്കമുള്ള ഇടങ്ങളിൽ ഇന്റർനെറ്റിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ മെസ്സേജുകൾ അയക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം അത്തരം നടപടിയുണ്ട്. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ RMLലേക്ക് ഇപ്പോൾ മാറ്റിയെന്നൊരു പ്രാഥമിക വിവരം പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ കഴിയുന്നില്ല. എങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ICയുടെ സമരവേദിയാണ്. ICയുടെ സമരവേദിയിൽ നിന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള കസ്റ്റഡിയെടുത്ത് മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ICയുടെ സമരവേദിയിലേക്ക് ഇതുവരെ പോലീസിന് കടക്കാൻ കഴിയില്ല. പോലീസ് തൽക്കാലം പിന്മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം പ്രകോപനം ഉണ്ടാക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി പോലീസ് പിന്മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ICയുടെ അടക്കം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം ഇപ്പോൾ എന്താണെങ്കിലും തുടരുന്നുണ്ട്. പ്രധാനമായി CJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാങ്ചുക്കിനെ കൊണ്ടുപോയി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്താണെങ്കിലും അരുൺ പറഞ്ഞപ്പോൾ തന്നെ ഈ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രതിഷേധമാണെങ്കിൽ ഈ പ്രതിഷേധത്തിന് കൂട്ടു നൽകുന്ന ISA SFI അടക്കമുള്ള ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളാണ്. അവരാണ് ഇതിലൊരു വലിയ ആവേശമായി മാറിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ISA വിദ്യാർത്ഥികളാണ് സജീവമായി തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്ന പ്രതിഷേധമായി. അവരുടെ വലിയ പ്രതിഷേധമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമൊക്കെ എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ എന്താണെങ്കിലും വലിയ തരത്തിൽ പോലീസുമായി ഉന്തരും തള്ളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും നിലവിൽ സോനം വാങ്ചുക്കിനെ കസ്റ്റഡി എടുത്തതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം ശക്തമായി തന്നെ വരികയാണ്.